ഇന്ന് മലയാളികളുടെ അഭിമാനവും മലയാളികൾക്ക് വളരെയധികം പ്രിയങ്കരനുമായ നടൻ സുരേഷ് ഗോപിയുടെ പിറന്നാളാണ്. ഈ പിറന്നാൾ ദിവസം ലോകമെമ്പാടുമുള്ള അദ്ദേഹത്തിൻ്റെ ആരാധകരും പ്രിയപ്പെട്ട സിനിമാ പ്രേക്ഷകരും ആശംസകൾ അറിയിച്ച് എത്തുകയായിരുന്നു. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുത്ത പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പിറന്നാൾ ആഘോഷമാക്കി. ഇപ്പോഴിതാ ഇന്നലെ രാത്രി ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ കേക്ക് മുറിക്കുന്ന സമയത്ത് രാധികയുടെ ചിത്രങ്ങളാണ് പുറത്തു വരുന്നത്. സ്വാഭാവികമായി ഇപ്പോൾ ഈ വീട്ടിൽ ഏറ്റവും അധികം ആരാധകരുള്ള വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം രാധികയായിരിക്കും. രാധികയ്ക്കാണ് ആരാധകർ കൂടുതലും ഉള്ളത്. കുഞ്ഞു കുട്ടിയെപ്പോലെ തുള്ളിച്ചാടി നിൽക്കുന്ന രാധികയെ കണ്ട് എല്ലാവർക്കും അതിശയമാണ് തോന്നിയത്. സാധാരണ രാധിക ഇത്തരത്തിൽ നമ്മൾ ആരും കണ്ടിട്ടില്ല. വളരെ സീരിയസ് ആയിട്ട് നിൽക്കുന്നത് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇങ്ങനെ കുട്ടിക്കളിയുമായി കൈകൊട്ടിയൊക്കെ നിൽക്കുന്നത് കണ്ടപ്പോൾ സന്തോഷമായി. അദ്ദേഹത്തിൻ്റെ പിറന്നാൾ ദിവസമായതുകൊണ്ട് തന്നെയായിരിക്കും ഒരുപക്ഷെ രാധിക അങ്ങനെ നിന്നത്. സോഷ്യൽ മീഡിയയിൽ അത് എല്ലാവരും ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട്. പ്രേക്ഷകർക്കും അത് മനസ്സിലാകുന്നുണ്ടെന്ന് തന്നെ കൂട്ടിച്ചേർക്കാം. ആരാധകരെല്ലാവരും വളരെയധികം സ്നേഹത്തോടെയാണ് അത് ഏറ്റെടുക്കുകയും ചെയ്യുന്നത്. ഇപ്പോഴിതാ രാധിക വളരെയധികം സ്നേഹത്തോടെ സുരേഷ് ഗോപിയുടെ പിറന്നാളിൻ്റെ ആഘോഷത്തിനൊക്കെ കൂടെ നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഓരോ തവണയും സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ വൈറലാകുന്നത് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. രാധിക കൈകുട്ടി ഒരു സാധാരണ കുഞ്ഞുകുട്ടി എങ്ങനെയാണോ പിറന്നാളിന് റെഡിയാകുന്നത് അതുപോലെ നിൽക്കുന്നതായിട്ടാണ് നമുക്ക് തോന്നിയത്. അത്രയേറെ സ്നേഹത്തോടെയാണ് നിൽക്കുന്നതെന്ന് മനസ്സിലാകുന്നുണ്ട്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്കും അത് മനസ്സിലാകുന്നുണ്ട്. ഓരോ തവണയും ആരാധകർ അത് ഏറ്റെടുക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പ്രേക്ഷകരെല്ലാവരും രാധികയുടെ ആ മനസ്സിനെക്കുറിച്ചാണ് പറയുന്നത്. ഇങ്ങനെ ഒരു കുട്ടിത്തത്തോടെ നമ്മൾ കണ്ടിട്ടില്ല. പൊതുവെ രാധിക വളരെയധികം സീരിയസ് ആയിട്ട് കാണപ്പെടുന്ന ഒരു വ്യക്തിയാണ്. സീരിയസ് എന്ന് മാത്രമല്ല, മറിച്ച് അവരോട് മാത്രം സംസാരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് പലപ്പോഴും എല്ലാവർക്കും തോന്നിയിട്ടുള്ളത്. ഓരോ തവണയും പ്രേക്ഷകർ ഇത്തരത്തിൽ വാർത്തകളെല്ലാം പങ്കുവയ്ക്കുമ്പോഴും ഏറ്റെടുക്കുമ്പോഴും ഒക്കെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ പങ്കുവയ്ക്കുന്നത് നമ്മൾ ഇതിനു മുൻപും കണ്ടിട്ടുള്ളത് തന്നെയാണ്. രാധിക ഇത്തരത്തിലൊരു കുഞ്ഞുകുട്ടിയെ പോലെ വളരെയധികം കളിച്ചു തിരിച്ച് രസിച്ചു നിൽക്കുന്നത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് സന്തോഷം തോന്നി. പലപ്പോഴും രാധിക എന്തുകൊണ്ടാണ് പലരോടും മിണ്ടാത്തതെന്ന് ഞങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്. എന്നാൽ ഇതൊന്നുമല്ല കാരണം എന്നിപ്പോൾ മനസ്സിലാകുന്നുണ്ട്. തനിക്ക് സന്തോഷിക്കേണ്ട സമയത്ത് സന്തോഷിക്കാനും ഒക്കെ രാധികയ്ക്ക് നന്നായി തന്നെ അറിയാം. 4 മക്കളെയും പൊന്നുപോലെ നോക്കിയ ഒരു അമ്മ എന്ന നിലയിൽ തന്നെ രാധികയോട് എല്ലാവർക്കും ബഹുമാനമാണ്. പൊതുവെ ആ ബഹുമാനം പ്രേക്ഷകരെല്ലാവരും ഇത്തരത്തിൽ അറിയിക്കാറുമുണ്ട്. സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെയും പ്രേക്ഷകർ ഇക്കാര്യങ്ങളെല്ലാം പറയാറുണ്ട്. അങ്ങനെ തന്നെയാണ് പ്രേക്ഷകർ എപ്പോഴും രാധികയുമായിട്ട് സംസാരിക്കാറുള്ളത്. അല്ലാതെ സ്വാഭാവികമായും പ്രേക്ഷകരുടെ അടുത്തേക്ക് അങ്ങനെ രാധിക എത്താറില്ല. ഇന്ന് സുരേഷ് ഗോപിയുടെ പിറന്നാൾ ആയതുകൊണ്ട് തന്നെയാണ് രാധികയുടെ വാർത്തകൾ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ശ്രദ്ധിക്കുന്നതെന്ന് മനസ്സിലാകുന്നു. ആരാധകർ വളരെയധികം സ്നേഹത്തോടെ ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായി ഇത് മാറുകയും ചെയ്യുന്നുണ്ട്. ഒരു കുഞ്ഞുകുട്ടിയെ പോലെ രാധിക നിൽക്കുന്നത് കാണുമ്പോൾ ഞങ്ങൾ അവർ തമ്മിലുള്ള സ്നേഹത്തെക്കുറിച്ചാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത്. സുരേഷ് ഗോപി വളരെയധികം ദേഷ്യക്കാരനാണ് എന്നും സുരേഷ് ഗോപിക്ക് അങ്ങനെയുള്ള സ്വഭാവമൊന്നും ഇല്ല എന്നൊക്കെ പലരും പറഞ്ഞെത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ പ്രേക്ഷകരും ഈ ഒരു വാർത്തയെക്കുറിച്ച് സംസാരിക്കുന്നതൊക്കെ സോഷ്യൽ മീഡിയയിൽ കേൾക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പലരും സുരേഷ് ഗോപി കുറ്റപ്പെടുത്തിയും എത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ അങ്ങനെയൊന്നുമല്ല എന്നും സുരേഷ് ഗോപിയും രാധികയും വളരെയധികം സ്നേഹത്തിൽ കഴിയുകയാണെന്നും സുരേഷ് ഗോപിയുടെ ആ പുറത്തുള്ള ദേഷ്യമൊന്നുമല്ല അകത്ത് എന്നും രാധികയുടെ അടുത്ത് അദ്ദേഹം വളരെയധികം സ്നേഹനിധിയായ ഒരു ഭർത്താവാണെന്നും ഇതിലൂടെ മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് എന്തായാലും സുരേഷ് ഗോപിയുടെ പിറന്നാൾ ആഘോഷത്തിൽ രാധിക തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രേക്ഷകരുടെ ശ്രദ്ധ കവർന്നത്. എല്ലാവർക്കും അത് വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്തു. ആരും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു രാധികയെ. ശരിക്കും പറഞ്ഞാൽ എല്ലാവരും അത് കണ്ട് നിശ്ചയമായി തന്നെ ഞെട്ടിയിരിക്കുകയാണെന്ന് നമുക്ക് കൂട്ടിച്ചേർക്കാൻ സാധിക്കും. ഓരോ തവണയും പ്രേക്ഷകർ അത് ഏറ്റു പറയുന്നതും നമുക്ക് കേൾക്കാൻ സാധിക്കുകയും പറയുകയും ചെയ്യുന്നുണ്ട്. രാധിക ഒരു കുഞ്ഞുകുട്ടിയെ പോലെ നിൽക്കുന്നത് കണ്ട് എല്ലാവരും അതിശയിക്കുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.